والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം സഹായികളും മിത്രങ്ങളുമാകുന്നു. അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ നിരോധിക്കുന്നു, നമസ്കാരം മുറപ്രകാരം നിലനിർത്തുന്നു, സകാത്ത് നൽകുന്നു, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. നിശ്ചയം അല്ലാഹു സകലർക്കും അജയ്യനും യുക്തിമാനുമാകുന്നു. കപടവിശ്വാസികൾ ഒരു പ്രത്യേക സമുദായമായതുപോലെ സത്യവിശ്വാസികളും ഒരു പ്രത്യേക സമുദായമത്രേ. ഈമാനിന്റെ പ്രത്യക്ഷമായ പ്രഖ്യാപനത്തിലും ഇസ്ലാമിന്റെ ബാഹ്യമായ അനുസരണത്തിലും രണ്ടു പക്ഷവും പങ്കാളികളാണ്. എങ്കിലും ഇരു കൂട്ടരുടെയും സ്വഭാവം, സംസ്കാരം, സമ്പ്രദായങ്ങൾ, ചിന്താകർമ്മരീതി എന്നിവയെല്ലാം തികച്ചും ഭിന്ന വിരുദ്ധങ്ങളാകുന്നു. ഹൃദയത്തിൽ യഥാർത്ഥ വിശ്വാസമില്ലാതെ നാവുകൊണ്ട് ഈമാൻ ഉരുവിടുന്നവരുടെ ജീവിതത്തിലെ ഓരോ നടപ്പും നീക്കവും തങ്ങളുടെ ഈമാൻ വാദത്തിന്റെ നിഷേധമായിരിക്കും. ലേബൽ കസ്തൂരിയുടേതാണെങ്കിലും അതിനകത്ത് പൊതിഞ്ഞുവച്ചിരിക്കുന്നത് ചാണകമാണെന്ന് അത് സ്വയം പ്രഖ്യാപിക്കുന്നുണ്ടാവും. എന്നാൽ എവിടെ സത്യവിശ്വാസം അതിന്റെ തനിമയിൽ സ്ഥിതി ചെയ്യുന്നുവോ അവിടെ കസ്തൂരി ആകൃതിയിലും പ്രകൃതിയിലും സൗരഭ്യ സവിശേഷതകളിലും തനി കസ്തൂരിയെന്ന് ഏതു പരീക്ഷണത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കും. ഇസ്ലാം, ഈമാൻ എന്നീ സാമാന്യ ശബ്ദങ്ങൾ ഇരുവിഭാഗത്തെയും പ്രത്യക്ഷത്തിൽ ഒരേ സമുദായമാക്കി നിർത്തിയിട്ടുണ്ടെങ്കിലും കപടവിശ്വാസികളുടെ ധാർമ്മിക നിലപാടും സ്വഭാവരീതികളും യഥാർത്ഥ വിശ്വാസികളുടേതിൽ നിന്ന് തികച്ചും ഭിന്നമാണ്. അതിനാൽ കപടവിശ്വാസപരമായ സ്വഭാവ സവിശേഷതകളുള്ള സ്ത്രീ പുരുഷന്മാരെല്ലാം ഒരു പ്രത്യേക വിഭാഗമായിത്തീരുന്നു. ദൈവവിസ്മൃതി, നന്മയിൽ വിരക്തി, തിന്മയിൽ പ്രതിപത്തി, നല്ല കാര്യങ്ങളിൽ നിസ്സഹകരണം എന്നീ സാമാന്യ ഗുണങ്ങൾ അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. സത്യവിശ്വാസികളിൽ നിന്ന് ഫലത്തിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. മറുവശത്ത് യഥാർത്ഥ വിശ്വാസികൾ മറ്റൊരു വിഭാഗമായി രൂപം കൊള്ളും. നന്മയിലുള്ള പ്രതിപത്തിയും തിന്മയോടുള്ള വിരക്തിയും അവരുടെ സാമാന്യ സ്വഭാവമായിരിക്കും. അവർക്ക് ദൈവസ്മരണ അന്നപാനം പോലെ ജീവിതത്തിന്റെ അനിവാര്യതയായിരിക്കും. ദൈവമാർഗത്തിൽ ധനവ്യയത്തിനായി കൈയും മനസ്സും ഒരേപോലെ തുറന്നുവച്ചിരിക്കും. ദൈവത്തോടും ദൈവദൂതനോടുമുള്ള കൂറായിരിക്കും അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്ര. ഈ പൊതുവായ സദാചാര രീതിയും ജീവിതശൈലിയും അവരെ പരസ്പരം ബന്ധിക്കുകയും കപടവിശ്വാസികളിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്യുന്നു. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്കായി അല്ലാഹു താഴ്ഭാഗങ്ങളിലൂടെ ആറുകൾ ഒഴുകുന്ന ആരാമങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരതിൽ നിത്യവാസികളായിരിക്കും. ആ ശാശ്വത സ്വർഗ്ഗങ്ങളിൽ അവർക്കു വേണ്ടി പാവനമായ വസതികളുമുണ്ടായിരിക്കും. സർവോപരി അല്ലാഹുവിന്റെ പ്രീതി എത്ര മഹത്തരം! ഇതുതന്നെയാകുന്നു മഹാവിജയം. يا أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. അല്ലയോ പ്രവാചക, സത്യനിഷേധികളോടും കപടന്മാരോടും സർവശക്തിയും ഉപയോഗിച്ച് സമരം ചെയ്യുക. അവരോട് കർക്കശമായി വർത്തിക്കുക. നരകമാണ് അവരുടെ സങ്കേതം. എത്ര കഷ്ടമായ സങ്കേതം!
തബൂക്ക് യുദ്ധാനന്തരം അവതരിച്ച മൂന്നാമത്തെ പ്രഭാഷണം ഇവിടെ മുതൽ ആരംഭിക്കുന്നു. കപടവിശ്വാസികളോട് വിട്ടുവീഴ്ചാപരമായ നിലപാടാണ് ഇതേവരെ കൈക്കൊണ്ടുപോകുന്നത്. അതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്, പുറത്തുള്ള ശത്രുക്കളുമായി സംഘട്ടനം നടന്നുകൊണ്ടിരിക്കെ ആഭ്യന്തര ശത്രുക്കളുമായി സമരത്തിലേർപ്പെടാൻ മാത്രം ഭദ്രമായിരുന്നില്ല മുസ്ലിങ്ങളുടെ ശക്തി. രണ്ടാമത്, സംശയത്തിലും ചാഞ്ചല്യത്തിലും പെട്ടിരുന്ന കപടവിശ്വാസികൾക്ക് വിശ്വാസദാർഢ്യം നേടുന്നതിനാവശ്യമായ അവസരം നൽകേണ്ടതുണ്ടായിരുന്നു. ഈ 2 കാരണങ്ങളും ഇനി അവശേഷിക്കുന്നില്ല. അറേബ്യ മുഴുവൻ ഇസ്ലാമിക ശക്തിക്ക് അധീനമായെന്ന് മാത്രമല്ല, അറേബ്യയ്ക്ക് പുറത്തുള്ള വൻ ശക്തികളുമായി സംഘട്ടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ്. അതിനാൽ വിദേശ ശക്തികളുമായി ഗൂഢാലോചന നടത്തി വല്ല ആഭ്യന്തര വിപത്തും സൃഷ്ടിക്കാതിരിക്കേണ്ടതിന് ഈ കപടന്മാരെ ഒഴിവാക്കേണ്ടതുണ്ട്. അതിപ്പോൾ സാധ്യവുമാണ്. ചിന്തിച്ചു ഗ്രഹിക്കാനും സത്യദീനിനെ മാറ്റുരച്ചു നോക്കാനും നീണ്ട 9 വർഷത്തെ കാലയളവ് കപടവിശ്വാസികൾക്ക് നൽകപ്പെട്ടു. നന്മയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശ്യമെങ്കിൽ ഈ അവസരം ധാരാളം മതിയായിരുന്നു. പക്ഷേ അവരത് ഉപയോഗപ്പെടുത്തുകയുണ്ടായില്ല. ഇനി അവരോട് കൂടുതൽ പരിഗണന കാണിക്കേണ്ട കാര്യമില്ല. അതിനാൽ അവിശ്വാസികളോടെന്ന പോലെ കപടവിശ്വാസികളോടും സമരം ആരംഭിക്കണമെന്നും ഇതേവരെ തുടർന്നു വന്ന സൗമനസ്യ നയം അവസാനിപ്പിച്ച് കർക്കശ നയം കൈക്കൊള്ളണമെന്നും അല്ലാഹു അനുശാസിച്ചു. കപടവിശ്വാസികളോട് സമരവും കർക്കശ നയവും വേണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അവരുമായി യുദ്ധത്തിന് ഒരുമ്പെടണമെന്നല്ല. അവരുടെ കാപട്യത്തിന് നേരെ ഇതേവരെ കൈക്കൊണ്ടുപോകുന്ന വിട്ടുവീഴ്ച തുടരാൻ പറ്റില്ലെന്ന് മാത്രമാണ്. അവർ മുസ്ലിങ്ങളുമായി ഇഴുകിക്കലരുകയും സാധാരണ മുസ്ലിങ്ങൾ അവരെ സമുദായത്തിന്റെ ഭാഗമായി കണക്കാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സാമാജിക പ്രശ്നങ്ങളിൽ കൈകടത്താനും സമൂഹമധ്യേ കാപട്യവിഷം പരത്താനും അവർക്ക് അവസരം ലഭിച്ചു പോന്നു. ഈ അവസ്ഥ എന്നേക്കുമായി അവസാനിപ്പിക്കണം. കാപട്യം വെച്ചു പുലർത്തി മുസ്ലിങ്ങളുടെ കൂടെ ഇടപഴകുന്നവരും ദൈവത്തിന്റെയും ദൈവദൂതന്റെയും സത്യവിശ്വാസികളുടെയും ആത്മബന്ധുക്കളെന്ന് കർമ്മരീതിയിലൂടെ തെളിയിക്കാത്തവരുമായ ആളുകളുണ്ടല്ലോ, അവരെ ഇനിമേൽ തുറന്നു കാട്ടുകയും പരസ്യമായി അപലപിക്കുകയും വേണം. സമൂഹത്തിൽ അവർക്ക് അന്തസ്സും നിലവാരവുമുള്ള ഒരു പദവിയും കൽപ്പിച്ചു കൊടുക്കരുത്. അവരുമായുള്ള ബന്ധം മുറിച്ചു കളയണം. സാമാജികമായ ചർച്ചകളിൽ നിന്ന് അവരെ ഒഴിച്ചു നിർത്തണം. അവരുടെ സാക്ഷ്യം പരിഗണിക്കരുത്. സ്ഥാനമാനങ്ങളുടെയും ഉദ്യോഗങ്ങളുടെയും കവാടം അവർക്ക് നേരെ കൊട്ടിയടയ്ക്കപ്പെടണം. സദസ്സുകളിൽ ആരും അവരോട് കുശലം പറയരുത്. മുസ്ലിങ്ങളൊന്നടങ്കം ഈ തരത്തിൽ പെരുമാറുക വഴി സമുദായത്തിലെവിടെയും തങ്ങൾക്കൊരു സ്ഥാനമില്ലെന്ന് കപടവിശ്വാസികൾക്ക് ബോധ്യപ്പെടണം. അവരിലൊരാൾ വ്യക്തമായ കുറ്റം ചെയ്യുന്നുവെങ്കിൽ ആ കുറ്റം മറച്ചുവെക്കുകയോ മാപ്പാക്കുകയോ അരുത്. മറിച്ച് പരസ്യ വിചാരണ നടത്തുകയും മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. ഈ ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന സുപ്രധാനമായൊരു നിർദ്ദേശമാണിത്. ഇസ്ലാമിക സമൂഹത്തെ തളർച്ചയിലേക്കും തകർച്ചയിലേക്കും നയിച്ചേക്കാവുന്ന ആഭ്യന്തര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ അത് അത്യാവശ്യമായിരുന്നു. കപടന്മാരെയും രാജ്യദ്രോഹികളെയും വളർത്തുകയും ആഭ്യന്തര ശത്രുക്കളെ അന്തസ്സോടെ അരികത്തിരുത്തി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിനും ധാർമ്മികാധപതനത്തിൽ നിന്നും ഒടുവിൽ സമ്പൂർണ്ണ വിനാശത്തിൽ നിന്നും രക്ഷപ്പെടുക സാധ്യമല്ല. കാപട്യം പ്ലേഗിന് തുല്യമാണ്. അതിന്റെ അണുക്കളെ വഹിച്ചു നടക്കുന്ന എലികളാണ് കപടവിശ്വാസികൾ. സമൂഹത്തിൽ സ്വൈര്യവിഹാരം ചെയ്യാൻ അവരെ അനുവദിക്കുന്നത് സമൂഹത്തെ മുഴുക്കെ നാശത്തിലേക്ക് തള്ളുന്നതിന് തുല്യമാണ്. ഒരു കപടവിശ്വാസിക്ക് സമൂഹത്തിൽ മാന്യസ്ഥാനം ലഭിക്കുക എന്നാൽ ആയിരക്കണക്കിന് ആളുകളെ ധിക്കാരത്തിനും കാപട്യത്തിനും പ്രോത്സാഹിപ്പിക്കുക എന്നാണർത്ഥം. സമുദായത്തിൽ സ്ഥാനലബ്ധിക്ക് ആത്മാർത്ഥതയോ ഗുണകാംക്ഷയോ നിഷ്കളങ്ക വിശ്വാസമോ ആവശ്യമില്ലെന്നും വഞ്ചകർക്ക് അതിൽ വളർന്ന് വികസിക്കാമെന്നുമുള്ള ധാരണയാണ് അത് വളർത്തുക. അതാണ് നബി തിരുമേനി അർത്ഥവത്തായ ഈ ലഘുവാക്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. വല്ലവനും ഒരു ദുരാചാരിക്ക് മാന്യത കൽപ്പിച്ചാൽ അവൻ ഇസ്ലാമിനെ തകർക്കാൻ സഹായിച്ചവനായി. يحلفون بالله ما قالوا ولقد قالوا كلمة الكفر وكفروا بعد إسلامهم وهموا بما لم ينالوا وما نقموا إلا أن أغناهم الله ورسوله من فضله فإن يتوبوا يك خيرا لهم وإن يتولوا يعذبهم الله عذابا أليما
الآخرة وما لهم في الأرض من ولي ولا نصير. തങ്ങൾ അത് പറഞ്ഞിട്ടേയില്ലെന്ന് അവർ ദൈവത്തെ പിടിച്ചാണയിടുന്നു. എന്നാൽ തീർച്ചയായും അവർ ആ സത്യനിഷേധത്തിന്റെ വാക്ക് പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. അവർ ഇസ്ലാം ആശ്ലേഷിച്ച ശേഷം നിഷേധിച്ചവരായി. അവർക്ക് ചെയ്യാൻ കഴിയാത്ത ചിലത് ചെയ്യാൻ തുനിയുകയും ചെയ്തു. അവരുടെ ഈ ക്രോധപ്രകടനമൊക്കെയും അല്ലാഹുവും അവന്റെ ദൂതനും അല്ലാഹുവിന്റെ ഔദാര്യത്താൽ അവർക്ക് സമൃദ്ധിയേകിയതുകൊണ്ട് മാത്രമാകുന്നു. ഇനിയെങ്കിലും ഈ നിലപാടിൽ നിന്ന് പശ്ചാത്തപിച്ചു പിന്മാറുന്നുവെങ്കിൽ അതവർക്ക് നല്ലത്. പിന്മാറുന്നില്ലെങ്കിലോ അല്ലാഹു അവർക്ക് ഇഹത്തിലും പരത്തിലും നോവുറ്റ ശിക്ഷ കൊടുക്കും. ഭൂമുഖത്ത് അവർക്ക് രക്ഷകനായോ തുണയായോ ആരും തന്നെയില്ല. ഇവിടെ അവർ സത്യം ചെയ്തു നിഷേധിക്കുന്നുവെന്ന് പറഞ്ഞ ആ വാക്ക് എന്തായിരുന്നു? ഖണ്ഡിതമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും ആ ഘട്ടത്തിൽ കപടവിശ്വാസികൾ പറഞ്ഞിരുന്ന പല ധിക്കാര വചനങ്ങളെക്കുറിച്ചും നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. ഉദാഹരണമായി, ഒരു കപടൻ തന്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട മുസ്ലിം യുവാവുമായി സംസാരിക്കവേ പറഞ്ഞു, ഈ മനുഷ്യൻ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ നമ്മളൊക്കെ കഴുതകളെക്കാൾ മോശമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, തബൂക്ക് യാത്രാമധ്യേ ഒരിടത്ത് നബി തിരുമേനിയുടെ ഒട്ടകത്തെ കാണാതായി. മുസ്ലിങ്ങൾ അതിനെ തിരഞ്ഞു നടക്കുകയായിരുന്നു. കപടവിശ്വാസികൾക്ക് കളിയാക്കി ചിരിക്കാൻ അത് അവസരം നൽകി. അവർ തമ്മിൽ പറഞ്ഞു, ഈ മനുഷ്യൻ വാനലോക വാർത്തകൾ നന്നായി അറിയുമത്രേ, എന്നാൽ തന്റെ ഒട്ടകം ഇപ്പോൾ എവിടെയാണെന്ന് മാത്രം അറിയില്ല. തബൂക്ക് യുദ്ധത്തോടനുബന്ധിച്ച് കപടവിശ്വാസികൾ നടത്തിയിരുന്ന ഗൂഢാലോചനകളാണ് അവർ ചിലത് ചെയ്യാൻ തുനിഞ്ഞു എന്ന വാക്യത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അതിലൊരു സംഭവം ഹദീസ് പണ്ഡിതന്മാർ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന മുസ്ലിം സൈന്യം ഒരു പർവ്വതപ്രാന്തത്തിലെത്തി. രാത്രികാലത്ത് ഗിരിമാർഗം കടന്നുപോകുമ്പോൾ നബി തിരുമേനിയെ ആഴമുള്ള കൊക്കയിലേക്ക് തള്ളിവീഴ്ത്താൻ കപടവിശ്വാസികൾ തീരുമാനിച്ചതായി തിരുമേനിക്ക് വിവരം ലഭിച്ചു. തുടർന്ന് താഴ്വാരത്തിലൂടെ വഴിമാറി സഞ്ചരിക്കാൻ നബി തിരുമേനി സൈന്യത്തിന് കൽപ്പന കൊടുത്തു. എന്നാൽ അവിടുന്ന് അമ്മാറുബിനു യാസിറിനെയും ഹുദൈഫത്തുബിനു യമാനിയെയും കൂട്ടി മലമ്പാതയിലൂടെ തന്നെ യാത്രയാവുകയാണുണ്ടായത്. മാർഗമധ്യേ കപടവിശ്വാസികളിൽപ്പെട്ട 10-12 പേർ വേഷപ്രച്ഛന്നരായി പതുക്കെ തങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. ഹുദൈഫ ഉടനെ പിറകോട്ട് തിരിഞ്ഞു. അവരുടെ ഒട്ടകങ്ങളെ അടിച്ചു പിന്തിരിപ്പിക്കുകയായിരുന്നു ഉദ്ദേശ്യം. എന്നാൽ ദൂരെ നിന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ട് അവർ പേടിച്ചുപോയി. തങ്ങളെ തിരിച്ചറിഞ്ഞേക്കുമെന്ന ശങ്കയാൽ അവർ ഓടിമറയുകയാണുണ്ടായത്. ഈ ഇനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഗൂഢാലോചന ഇങ്ങനെയാണ്. റോമക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ നബി തിരുമേനിയും സഖാക്കളും സുരക്ഷിതരായി തിരിച്ചുവരാൻ ഇടയില്ലെന്നായിരുന്നു കപടവിശ്വാസികളുടെ കണക്കുകൂട്ടൽ. അതിനാൽ തബൂക്കിൽ നബി തിരുമേനിക്ക് തിരിച്ചടിയുണ്ടാവുമ്പോൾ ഉടൻ തന്നെ മദീനയിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെ കിരീടമണിയിക്കാമെന്ന് അവർ തീരുമാനിച്ചുറക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ ഔദാര്യത്താൽ അവർക്ക് സുഭിക്ഷത നൽകി എന്ന് പറഞ്ഞതിന്റെ താൽപര്യമിതാണ്. നബി തിരുമേനിയുടെ ഹിജ്റയ്ക്ക് മുമ്പ് അറേബ്യയിലെ ഒരു സാധാരണ പട്ടണം മാത്രമായിരുന്നു മദീന. ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്ക് പണത്തിലോ പ്രതാപത്തിലോ പ്രത്യേകിച്ച് ഔന്നത്യമൊന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതരാവുകയും അൻസ്വാറുകൾ ക്ലേശങ്ങൾ സഹിച്ച് തിരുമേനിയെ സഹായിക്കുകയും ചെയ്തതിനെ തുടർന്ന് 8-9 വർഷത്തിനകം ഈ ഇടത്തരം പട്ടണം അറേബ്യയുടെ മുഴുവൻ തലസ്ഥാനമായി തീർന്നു. കൃഷിപ്പണിക്കാരായ ഔസും ഖസ്റജും ഭരണകൂടത്തിലെ പ്രമുഖന്മാരായി. നാനാഭാഗത്തുനിന്നും വിജയങ്ങളുടെയും യുദ്ധമുതലുകളുടെയും വാണിജ്യ വിഭവങ്ങളുടെയും അനുഗ്രഹങ്ങൾ ഈ കേന്ദ്ര നഗരിയിലേക്കൊഴുകി. ഈ അനുഗ്രഹങ്ങൾ അത്രയും വർഷിക്കപ്പെടാൻ കാരണക്കാരനായ അതേ നബി തിരുമേനിയുടെ നേരെ ശത്രുത പുലർത്തുന്ന നിങ്ങൾക്ക് അശേഷം നാണമില്ലല്ലോ എന്നാണിവിടെ ചോദിക്കുന്നത്. وَمِنْهُمْ مَنْ عَاهَدَ اللَّهَ لَئِنْ آتَانَا مِنْ فَضْلِهِ لَنَصَّدَّقَنَّ وَلَنَكُونَنَّ مِنَ الصَّالِحِينَ. അല്ലാഹു അവന്റെ അനുഗ്രഹം ഞങ്ങളിൽ വർഷിച്ചാൽ ദാനധർമ്മങ്ങൾ നൽകുകയും സച്ചരിതരാവുകയും ചെയ്തുകൊള്ളാം എന്ന് അല്ലാഹുവിനോട് പ്രതിജ്ഞ ചെയ്ത ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. فَلَمَّا آتَاهُم مِّن
بخلوا به وتولوا وهم معرضون. അല്ലാഹു തന്റെ ഔദാര്യത്താൽ സമ്പന്നരാക്കിയപ്പോഴോ അവർ ലുബ്ധരാവുകയും സ്വന്തം പ്രതിജ്ഞയെ തികച്ചും അവഗണിച്ചുകൊണ്ട് പിന്മാറുകയും ചെയ്തു. മുമ്പത്തെ ആയത്തിൽ കപടവിശ്വാസികളുടെ നന്ദികേടിനെ ആക്ഷേപിച്ചിരുന്നുവല്ലോ. അവരുടെ തന്നെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു തെളിവുകൂടി എടുത്തു കാണിച്ച് ഇക്കൂട്ടർ സ്ഥിരം കുറ്റവാളികളാണെന്ന് വ്യക്തമാക്കുകയാണിവിടെ. നന്ദി, ഉപകാരസ്മരണ, കരാർ പാലനം തുടങ്ങിയ ഗുണങ്ങളുടെ ലാഞ്ചന പോലും അവരുടെ പെരുമാറ്റച്ചട്ടത്തിലെവിടെയും കാണുകയില്ല. فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعدوه وبما كانوا يكذبون. അപ്പോൾ അല്ലാഹുവിനോട് അവർ ചെയ്ത പ്രതിജ്ഞാലംഘനം കാരണമായും അവർ പറഞ്ഞുകൊണ്ടിരുന്ന വ്യാജം കാരണമായും അല്ലാഹു അവരുടെ ഹൃദയങ്ങളിൽ കാപട്യം കുടിയിരുത്തി. അവർ അവന്റെ സന്നിധിയിൽ ഹാജരാകുന്ന ദിനം വരേക്കും അതവരെ വിട്ടുപിരിയുകയില്ല. അലം യഅലമൂ അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്. അല്ലാഹു അവരുടെ രഹസ്യങ്ങളും ഗൂഢാലോചനകളുമെല്ലാം അറിയുന്നുവെന്നും അവൻ അദൃശ്യകാര്യങ്ങളിലൊക്കെയും സമഗ്രമായ ജ്ഞാനമുള്ളവനാണെന്നും ഈ ജനം അറിഞ്ഞിട്ടില്ലയോ? الذين يلمزون المطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم. സ്വയം സന്നദ്ധരായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികളുടെ നേരെ കുത്തുവാക്കുകൾ പറയുകയും വളരെ ക്ലേശിച്ചല്ലാതെ വല്ലതും നൽകാൻ കഴിവില്ലാത്ത പാവങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്ന ലുബ്ധന്മാരായ മുതലാളിമാരെ അല്ലാഹു നല്ലവണ്ണം അറിയുന്നുണ്ട്. അല്ലാഹു അവരെയും പരിഹസിച്ചിരിക്കുന്നു. വേദനയേറിയ ശിക്ഷയും അവർക്കുണ്ട്. നബി തിരുമേനി തബൂക്ക് യുദ്ധഫണ്ടിലേക്ക് സംഭാവന നൽകാൻ മുസ്ലിങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ വലിയ വലിയ പണക്കാരായ കപടവിശ്വാസികൾ അത് ഗൌനിക്കാതെ ഒഴിഞ്ഞുമാറുകയാണുണ്ടായത്. എന്നാൽ നിഷ്കളങ്കരായ സത്യവിശ്വാസികൾ സംഭാവന നൽകാൻ ആവേശപൂർവ്വം മുന്നോട്ടു വന്നതോടെ ഇവർ ഓരോ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി. സാമ്പത്തിക ശേഷിയുള്ള ഒരു മുസ്ലിം തന്റെ കഴിവിനൊത്തോ അതിൽ കൂടുതലായോ നൽകിയാൽ അത് പേരെടുക്കാനാണെന്ന് ആരോപിക്കും. ഒരു ദരിദ്രൻ തന്റെയും കുട്ടികളുടെയും വയറുമുറുക്കിയുണ്ടാക്കിയ നിസ്സാര തുകയോ രാപ്പകൽ ജോലി ചെയ്ത് സമ്പാദിച്ച തുച്ഛം കാരക്കയോ കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോൾ ഈ കപടന്മാർ കളിയാക്കി പറയും, ഈ നക്കാപ്പിച്ചയുമായിട്ടാണ് മുഹമ്മദ് റോമക്കാരുടെ കോട്ട പിടിക്കാൻ പോകുന്നത്. استغفر لهم أو لا تستغفر لهم إن تستغفر لهم 70 مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. പ്രവാചകൻ അവർക്കു വേണ്ടി മാപ്പിരന്നാലും ഇല്ലെങ്കിലും 70 വട്ടം തന്നെ അവർക്കു വേണ്ടി മാപ്പിരന്നാലും അല്ലാഹു ഒരിക്കലും അവർക്ക് മാപ്പ് നൽകുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും നിഷേധിച്ചിരിക്കുന്നു. അല്ലാഹു ധിക്കാരികളായ ജനത്തിന് സന്മാർഗം കാട്ടിക്കൊടുക്കുകയില്ല.